പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഡോക്ടർ സൈജു ഖാലിദാനെ. പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ല ഒരു കുന്തവും ഇല്ല. ശരിക്കും നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് കാട് കയറിപ്പോകും നമ്മുടെ ചിന്തകൾ. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് അല്പം വൈകുമ്പോൾ, അല്ലെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്ത ഒരു പരീക്ഷ നന്നായി അറ്റൻഡ് ചെയ്യാതെ ആകുമ്പോൾ, ആ ഒരു കല്യാണം നടക്കാതാകുമ്പോൾ, പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലി കിട്ടാതാകുമ്പോൾ, സാലറി 2 ദിവസം വൈകുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ഒരു സാധനം നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അതേപോലെയുള്ള സാധനം നമുക്ക് കിട്ടാതെയാകുമ്പോൾ, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ച് പുകഞ്ഞ് ശരീരവും മനസ്സും ഒക്കെ പലപ്പോഴും നമ്മൾ നശിപ്പിച്ച് കളയാറുണ്ട്. ഈ വീഡിയോ ഈ ഓവർ തിങ്കിങ്, ഒരുപാട് ചിന്തിക്കുന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഓവർ തിങ്കിങ് എന്നുള്ളത് ഒരു കാര്യത്തെ പറ്റി അടിക്കടിയായിട്ട് അതിൽ നിന്ന് മാറാതെ ഇരുന്നുള്ള ചിന്തയാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. പലപ്പോഴും വിഷാദം, ഉത്കണ്ഠ, OCD അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മാനസിക പ്രശ്നങ്ങളുമായിട്ട് ഈ ഓവർ തിങ്കിങ് റിലേറ്റഡ് ആണ്. കൂടാതെ നമ്മുടെ ബാഹ്യവും ആന്തരികവുമായി ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളാണ് ഈ ഓവർ തിങ്കിങ്ങിലേക്ക് നയിക്കുന്നത്. എന്തു തന്നെയായാലും ഓവർ തിങ്കിങ് നമ്മൾ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ ശാരീരികമായ മാനസികമായ സ്വസ്ഥതയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓവർ തിങ്കിങ് പിടിച്ചു നിർത്തുവാൻ ചെയ്യാവുന്ന ഒരു 7 കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതിലെ ഏറ്റവും ആദ്യത്തേത്, നമ്മളുടെ കണ്ണിൻ്റെ ചലനം ഒരു സ്ഥലത്തേക്കായി പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. കണ്ണുകൾ ചലിക്കുമ്പോഴാണ് ഓർമ്മകൾ അയവിറക്കപ്പെടുന്നത്. കണ്ണുകൾ ഒരു സ്ഥലത്തേക്ക് മാത്രം, അതിൻ്റെ കൺപോളകൾ ഒരു സ്ഥലത്തേക്ക് മാത്രം സെറ്റ് ചെയ്യുമ്പോൾ, അല്പസമയത്തേക്ക് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളുടെ ആ ഓവർ തിങ്കിങ് അവിടെ വെച്ച് കട്ടായി പോവുകയും നമുക്കതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം അതാണ്, കണ്ണുകളുടെ ഒരു സ്ഥലത്തേക്കായി അല്പസമയത്തേക്ക് ഒന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ദിവസത്തെ 3 പ്രാവശ്യങ്ങളായി ചെയ്യുന്ന ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സർസൈസ്. നമ്മുടെ ഒരു കൈയെടുത്ത് ഹാർട്ടിൻ്റെ മുകളിൽ വെക്കുകയും മറ്റേ കൈയെടുത്ത് വയറിൻ്റെ മുകളിൽ വെക്കുകയും ചെയ്തിട്ട് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും വളരെ ലോങ് ആയി ചെയ്യുക. ആഴത്തിലുള്ള ശ്വസനക്രിയ ചെയ്യുക. ഈ സമയത്ത് നമ്മളുടെ മനസ്സുകൊണ്ട് കൈകളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാൻ കഴിഞ്ഞാൽ നമ്മളുടെ ആ ഓവർ തിങ്കിങ് കട്ടായി പോവുകയും നമുക്ക് കുറേ റിലീഫ് അതിനകത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ റെമഡി അതാണ്, ഒരു ആഴത്തിലുള്ള ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓവർ തിങ്കിങ്ങിൽ നിന്ന് റിലീഫ് കിട്ടാനുള്ള മൂന്നാമത്തെ റെമഡി എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് മെഡിറ്റേഷൻ തന്നെ നിരവധി ടൈപ്പ് ഉണ്ട്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മെഡിറ്റേഷൻ പ്രോഗ്രാമുണ്ട്. ആ മൈൻഡ്ഫുൾനെസ്സിനകത്ത്, അതായത് ഒരു ബുദ്ധിഷ് ഐഡിയ ആണത്. അതായത് നമ്മളുടെ മൈൻഡിനെ റിയാലിറ്റിയിലൂടെ കൊണ്ടുപോകാനുള്ള ഒരു ടെക്നിക്കിൽ നടത്തുന്നത്. പിന്നീടുള്ളത് സ്പിരിച്വൽ മെഡിറ്റേഷനുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട മെഡിറ്റേഷൻ രീതിയുണ്ട്. സൂഫി ദിക്ർ എന്ന് പറയുന്ന ഒരു സൂഫി സ്റ്റൈല് മെഡിറ്റേഷൻ ഉണ്ട്. അതേപോലെ ജൂവിഷ് സ്റ്റൈൽ മെഡിറ്റേഷൻ ഉണ്ട്. ഇങ്ങനെ നിരവധി ആത്മീയപരമായ സ്പിരിച്വാലിറ്റിയെ ഉൾക്കൊള്ളുന്ന മെഡിറ്റേഷൻസ് ഉണ്ട്. അതേപോലെ മന്ത്രങ്ങൾ ജപിക്കുന്ന, ജപമാല ജപിക്കുന്ന തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഒക്കെ നിലവിലുള്ളതാണ്. ജപമാല ജപിക്കുമ്പോൾ അതൊരു മതപരമായ കാര്യം എന്നതിനപ്പുറം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ജപമാലയുടെ ഓരോ മുത്തുകളും നീങ്ങുമ്പോൾ ആ മുത്തിനനുസരിച്ച് നമ്മളുടെ ശ്വസനത്തെ എണ്ണുക. അങ്ങനെ നമ്മൾ ആ ശ്വസനത്തിലേക്ക് അതിൻ്റെ കൗണ്ട് ചെയ്യുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും നമ്മുടെ ആ ബാഡായിട്ടുള്ള ഓവർ തിങ്കിങ് അവിടെ വെച്ച് കട്ടാവുകയും നമുക്ക് അതിനകത്ത് നിന്ന് റിലീഫ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മെഡിറ്റേഷൻ്റെ വിവിധ ടെക്നിക്സുകളുണ്ട്. അത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ ഓവർ തിങ്കിങ് മറികടക്കുവാൻ സാധിക്കും.
നാലാമത്തത് ഡു സംതിങ് നൈസ് ഫോർ സമ്മൺ എൽസ് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക. അത് വ്യക്തികൾക്കാകാം, സമൂഹത്തിനാകാം. ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് തണലുകളായി, പഴങ്ങളായി, കായ്കനികളായി കൊടുക്കുന്ന വലിയ നന്മ നമുക്ക് ചെയ്യാം. അതേപോലെ ആരെയെങ്കിലുമൊക്കെ അവരുടെ വിഷമഘട്ടങ്ങളിൽ സഹായിക്കുക. അത് അറിഞ്ഞും അറിയാതെയും ഒക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. ചിലർ പബ്ലിസിറ്റി പെടുത്താൻ ഇഷ്ടപ്പെടും, ചിലർ പബ്ലിസിറ്റി പെടുത്തില്ല. ഏത് തന്നെയായാലും നമ്മൾ ചെയ്യുന്നതെല്ലാം നന്മയാണ്. ആ നന്മയിലൂന്നിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ നെഗറ്റീവായ ഓവർ തിങ്കിങ്ങിനെ ആ ചിന്തകളിലൂടെ നമുക്ക് അത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഉന്മേഷം നൽകുകയും നമ്മളെ നെഗറ്റീവായ എല്ലാ തോട്ടിൽ നിന്നും നമ്മളെ കരകയറ്റുന്നതിന് അത് സഹായിക്കുകയും ചെയ്യും. അഞ്ചാമത്തത് റെക്കഗ്നൈസ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ANT എന്ന് പറയുന്ന ആൻസ്. നെഗറ്റീവ് തോട്ട്സുകളെ റെക്കഗ്നൈസ് ചെയ്യുക. എന്നിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് തോട്ട്, ഐ ആം അൺഎബിൾ ടു ഡു ദാറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് വലിയ ഭാരമാകുന്നു, എനിക്കത്രയും ബുദ്ധിയില്ല, എനിക്കത്രയും സൗന്ദര്യമില്ല, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മളുടെ അൺവാണ്ടഡായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് തോട്ട്സുകളാണ്. ഈ നെഗറ്റീവ് തോട്ട്സുകളെ മറികടക്കുവാനുള്ള വഴി അവ ജേർണലൈസ് ചെയ്യുക, അവ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഒരു നോട്ട് പാഡോ ഒരു ഡയറിയോ കീപ്പ് ചെയ്തിട്ട് ഇത്തരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സുകളെ നമുക്ക് എഴുതുവാൻ സാധിച്ചാൽ നമ്മളുടെ ഓവർ തിങ്കിങ്ങിനെ വളരെ വേഗം മറികടക്കുന്നതിന് സഹായിക്കും. കാര്യം ഒരു കാര്യം നമുക്ക് കഴിയില്ല എന്ന് ചിന്തിച്ചാൽ പിന്നെ നമ്മൾ ഒത്തിരി പാസ്റ്റ് കാര്യങ്ങളിലേക്ക് പോവുകയും നമ്മുടെ മൈൻഡ് വർക്കൗട്ട് ചെയ്ത് അതിനെ പെരുപ്പിച്ച് നമ്മളെ അറിയിക്കാതെയാക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തോട്ട് ഉണ്ടാകുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ നോട്ട് പാഡിലേക്ക് ആ നെഗറ്റീവ് തോട്ട് എന്താണോ ആ തോട്ട് രേഖപ്പെടുത്തുക. വളരെ വേഗം തന്നെ നമ്മുടെ ആ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അതിനെ മറികടക്കുന്നതിന് നമുക്ക് സാധിക്കും. ആറാമത്തത് ഫൈൻഡ് എ ഡിസ്ട്രാക്ഷൻ. ഒരു ശ്രദ്ധ തിരിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം പെട്ടെന്ന് പ്രയോഗിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കിച്ചണിലേക്ക് പോകാം, എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക, ഗാർഡനിങ് വർക്കുകളിൽ ഏർപ്പെടുക. അല്ലെങ്കിൽ ഒരു ചെറിയ നൈഫ് എടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചെറിയ കൊമ്പൊടിച്ചിട്ട് മറ്റൊരു ചെയ്ത് ചേർക്കുക. ഇങ്ങനെ വെറൈറ്റി ആയിട്ടും അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് പുതുമയുള്ള മറ്റെന്തെങ്കിലും ടൈപ്പ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന പ്രോബ്ലം കവർ ചെയ്യാൻ സഹായിക്കും. ഇത്തരത്തിൽ വേറെ പലതും ചെയ്യാം. ഡാൻസിങ് ചെയ്യാൻ പറ്റും, ഗാർഡനിങ്, അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുക, ചെടി നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ പെയിൻറ്റിങ് വർക്ക് ചെയ്യുക, ആർട്ട് വർക്ക് ചെയ്യുക, ചിരട്ടയോ മറ്റ് സാധനങ്ങളോ വെച്ച് പാഴ്വസ്തുക്കളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുക. ഈ രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളുടെ ആ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ആ ഓവർ ഏഴാമത്തെ കാര്യം, നമ്മളിതെല്ലാം ചെയ്തിട്ടും നമുക്ക് ആ ഓവർ തിങ്കിങ്ങിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏഴാമത്തെ കാര്യം ഇതാണ്. ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസുകളുടെ സഹായത്തോടു കൂടി നല്ല ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു കൗൺസിലിംഗ് തെറാപ്പി ചെയ്യുന്ന ഏതെങ്കിലും നല്ല ഒരാളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ ഒരു പ്രോബ്ലത്തെ കവർ ചെയ്യുന്നതിന് ശ്രമിക്കണം. ഇതാണ് ഏഴാമത്തെ കാര്യം, ഒരു പ്രൊഫഷൻ്റെ ഹെൽപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മെത്തേഡുകളിലൂടെ നമ്മളുടെ സ്വയം പ്രതിരോധത്തിലൂടെയോ ഒരാളുടെ ഹെൽപ്പിലൂടെയോ ഒക്കെ നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിൽ നിന്ന് കരകയറാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിനെ വെച്ച് ദീർഘിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് റെമഡി കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാര്യം നമ്മളുടെ മനസ്സിനെ തളർത്തുകയും ക്രമേണ നമ്മളുടെ ശരീരത്തിനെ തളർത്തിക്കളയും, നമ്മളുടെ ഊർജ്ജങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കളയും, നമ്മളിൽ നിന്ന് ഒന്നും ക്രിയേറ്റീവായിട്ട് ഒന്നും ഉണ്ടാകാതെ തടസ്സം നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാനസിക ബുദ്ധിമുട്ടാണ് ഓവർ തിങ്കിങ് എന്നുള്ളത്. എത്രയും വേഗം അതിനുള്ള റെമഡി കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.